വെൽക്കം ബാക്ക്. നിങ്ങൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഒന്ന്, നിങ്ങളിടുന്ന വീഡിയോസിനൊന്നും വ്യൂസ് ഉണ്ടാവുന്നില്ല, അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കുറ്റം പറച്ചില്. ഇതൊക്കെ കേട്ടവർ തന്നെയാണ് ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സും. അവർ ലക്ഷങ്ങളാണ് യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവരുത്. നിങ്ങൾ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഒരു ദിവസം തീർച്ചയായിട്ടും സക്സസ് ആവും. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് പേഷ്യൻസ് ആണ്. നിങ്ങളൊരു നല്ല യൂട്യൂബർ ആകണമെങ്കിൽ പേഷ്യൻസ് മസ്റ്റ് ആണ്. 2, കൺസിസ്റ്റൻസി. നിങ്ങൾ തുടക്ക സമയത്ത് റീച്ചിലേക്ക് എത്താനായിട്ടും എവർഗ്രീൻ കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ ഒരു ചാനലിൽ വ്യൂസ് കൊണ്ടുവരാന്നുള്ളതിന്റെ ടിപ്പ് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം. നിങ്ങളൊരു ചാനൽ തുടങ്ങി ഒരു യൂട്യൂബർ ആകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടതാണ് പേഷ്യൻസ്. നിങ്ങളൊരു 10 വീഡിയോ ഇട്ടു, ഇതിലൊന്നും വലിയ വ്യൂസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആകെ ടെൻസ്ഡ് ആയി, ഇനി ചെയ്യുന്നില്ല, ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് സ്വയം ഡീമോട്ടിവേറ്റ് ആയി പോകരുത്. നിങ്ങൾ വീഡിയോ ഇട്ട് ആദ്യം അതിന് റീച്ച് വരണമെന്നില്ല. കാരണം നിങ്ങളുടെ ചാനൽ യൂട്യൂബിൽ ആദ്യമാണ്. അതൊരു ലെവൽ എത്താൻ കുറച്ച് സമയം വേണ്ടി വരും. അല്ലാതെ ഒരു വീഡിയോ ഇട്ട് അപ്പൊ തന്നെ അത് വൈറലായി ലക്ഷങ്ങൾ കിട്ടുമെന്ന് ആരും തന്നെ വിചാരിക്കില്ല. നിങ്ങളൊരു 50 വീഡിയോ ഇട്ടു, അതിനൊന്നും തന്നെ റീച്ച് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, വ്യൂസ് ഇല്ല. നിങ്ങൾ അത് ഇട്ടിട്ട് പോയി. പക്ഷെ മേ ബി നിങ്ങളുടെ 51ാമത്തെ വീഡിയോ ആയിരിക്കാം വൈറലാകാൻ പോകുന്നത്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് വീഡിയോ ആണ് സക്സസ് ആകാൻ പോകുന്നത്, വൈറലാകാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് വ്യൂസ് കൗണ്ട് ചെയ്ത് ടൈം കളയല്ലേ. അടുത്ത വീഡിയോയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇന്നൊരു വീഡിയോ ഇട്ടു പിന്നെ എപ്പോഴെങ്കിലും അടുത്തതിട്ടാൽ മതി എന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള ചാനൽ ഒരിക്കലും റീച്ച് ആവില്ല. നിങ്ങൾ എവിടെയും എത്താനും പോകുന്നില്ല. സോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അത് നിങ്ങൾ ഷോർട്സ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് ഓർക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് വൺ, നിങ്ങളുടെ ചാനൽ റീച്ച് ആകാനുള്ള ഒരു ബെസ്റ്റ് ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു കാറ്റഗറി തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ചാനലിന് ഒരു തീം വേണം. ആ കാറ്റഗറി കണ്ടന്റ്സ് ഫോളോ ചെയ്യുന്ന അതുപോലത്തെ ചാനലുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് അവരിട്ടതിലും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസ്, അതിന്റെ ഡിസ്ക്രിപ്ഷന്, കണ്ടന്റ്സ് നിങ്ങളുടെ ചാനലിലും അത് തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ ഒന്നുകൂടെ ശ്രമിക്കുക. 100% നിങ്ങൾക്ക് റീച്ച് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ടിപ്സ് ആൻഡ് ട്രിക്സിന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ബൈ.